പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ തകർച്ചയും തിരിച്ചടിയും നേരിട്ട രാജ്യങ്ങളിലൊന്ന് ഈ പറയുന്ന ഖത്തറാണ്. ഖത്തറിൻ്റെ നഷ്ടം ചെറുതല്ല. ആ ഖത്തറിന് അത്രമേൽ നഷ്ടങ്ങളുണ്ടാകാൻ അല്ലെങ്കിൽ അത്രമേൽ ഷാർപ്പായി ഇറാൻ ആക്രമിച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം അൽ ഉദൈദ് എയർബേസ് എന്ന് പറയുന്ന ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസുകളിലൊന്ന് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ താവളങ്ങളിലൊന്നായിരുന്നു. അവിടെ ഏതാണ്ട് 10,000-ലധികം US സൈനികരാണ് ക്യാമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഖത്തർ തീറ്റിപ്പോറ്റുന്നത് എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളെയും നിയന്ത്രിക്കുന്ന US സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം എന്ന് പറയുന്നതിൻ്റെ കേന്ദ്രവും ഇതേ ഖത്തറായിരുന്നു. ഈ കേന്ദ്രത്തിലൂടെയാണ് പശ്ചിമേഷ്യയുടെ എല്ലാ നീക്കങ്ങളും ഇറാൻ നടത്തുന്നതെന്നും എല്ലാ രാജ്യങ്ങളെയും നിരീക്ഷിക്കുന്നതെന്നും ഇറാൻ ഭയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു രാജ്യത്തോട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരാഗ്യബുദ്ധിയോടെ അവർ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സൈനിക കേന്ദ്ര താവളത്തെയും അതിനു ചുറ്റുമുള്ള സാമ്പത്തിക കേന്ദ്രങ്ങളെയും, അതായത് റാസ്ഫലാൻ പ്ലാന്റുകൾ പോലെയുള്ളവയൊക്കെ അവർ അക്രമത്തിൽ ഉന്നം വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് സഖ്യകക്ഷികളായി നാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവരാണ് അമേരിക്കയുടെ എല്ലാ തന്ത്രപരമായ കാര്യങ്ങളിലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യം. എന്നാൽ ഒരു നോൺ നാറ്റോ അലൈ എന്ന നിലയിൽ, അതായത് നാറ്റോയിൽ അംഗമല്ലാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ അലൈ എന്ന് പറയുന്ന ഒരു പങ്കാളി എന്ന് പറയുന്നത് ഖത്തറാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്നും ഏറ്റവും വിലപിടിപ്പുള്ള അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതും ഖത്തറാണ്. അപ്പോൾ ഖത്തറിന് അവിടെ ബേസുണ്ട്, 10,000-കണക്കിന് പട്ടാളക്കാരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കടുത്ത ആയുധങ്ങളൊക്കെ വാങ്ങുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ഖത്തറിനെ ഇറാൻ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാക്കി മാറ്റി. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാവുന്നതോടൊപ്പം തന്നെ തങ്ങളൊരു മധ്യസ്ഥരാണ് എന്നൊരു പ്രതീതി പലപ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഖത്തർ സൃഷ്ടിക്കാറുണ്ടായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ ഉറച്ച നിലപാടും ഖത്തർ എടുത്തിട്ടുണ്ട്. എന്നാൽ ഖത്തർ അത്രമേലൊരു നിഷ്പക്ഷരല്ല. ഈ സൈനിക താവളങ്ങളും ഇതിനൊക്കെയുള്ള പിന്നെ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യത്തെ അങ്ങനെ തങ്ങൾക്ക് വിശ്വസിക്കാനാവുന്ന ഒരു പങ്കാളിയല്ല എന്നുള്ള നിലയിലാണ് ഇറാൻ കണ്ടത്. അതുപോലെ തന്നെ ഖത്തറിന് പലപ്പോഴും ഒരു ഡ്യുവൽ ട്രാക്ക് ഡിപ്ലോമസി ഉണ്ട് എന്ന് പൊതുവിൽ ഇറാനും അതുപോലെ തന്നെ ഇറാനോട് അനുഭാവമുള്ള മറ്റ് രാജ്യങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു വശത്ത് അമേരിക്കയുടെ അടുത്ത പങ്കാളിയാണ് ഖത്തർ, എന്നാൽ മറുവശത്ത് അവർ ഇറാൻ്റെ ശത്രുക്കളായ ഹമാസ്, താലിബാൻ തുടങ്ങിയ സംഘടനകൾക്ക് തങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയ ഓഫീസുകൾ തുറക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് അവർ അമേരിക്കയുടെ ശത്രുക്കളായ ഹമാസ്, താലിബാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് തങ്ങളുടെ നാട്ടിൽ ഓഫീസുകൾ തുറക്കാൻ രാഷ്ട്രീയ അനുവാദം നൽകിയിട്ടുണ്ട്. ഈ ബാലൻസിങ് ഖത്തറിന് വലിയ നയതന്ത്ര പ്രാധാന്യം നൽകിയെങ്കിലും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അവർ അമേരിക്കയോടൊപ്പമേ നിൽക്കൂ എന്നൊരു പ്രതീതിയാണ് ഉണ്ടായത്. പലപ്പോഴും ഖത്തർ നിലപാടുകൾ സ്വീകരിച്ച് അമേരിക്കയോട് വെല്ലുവിളിക്കുന്ന പ്രതീതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും അതൊരു ബാലൻസിങ് ആക്ട് മാത്രമാണ് എന്നാണ് ഇറാൻ്റെ പക്ഷം. എന്നുവെച്ചാൽ അവർ തന്ത്രപരമായി ഇവരെയൊക്കെ ഈ പറയുന്ന പിന്തുണയില്ലായ്മ പോലെയൊക്കെ കാണിക്കുമെങ്കിലും അവർ അമേരിക്കയുടെ കൃത്യമായ പങ്കാളിയാണ് എന്ന ബോധ്യം കൂടിയാണ് അത്ര കടുപ്പത്തിൽ ഖത്തറിന് മേൽ ഇറാൻ ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.